പുറത്താക്കണം ആ തെമ്മാടിയെ. എന്റെ ക്യാരക്ടർ അനുസരിച്ച് തല്ലി ഓടിക്കുമായിരുന്ന ആ റാസ്കലിനെ. നിന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ടാ നിന്നോട് പറയുന്നത്. ഇനി അവനെ ഇവിടെ പൊറപ്പിക്കാനാവില്ല. മുത്തശ്ശ, അവൻ എന്റെ പാർട്ട്ണറാ. പെട്ടെന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരായിട്ട് എന്തിനാ മോനെ പാർട്ട്ണർഷിപ്പ്? അത് വിടണം. അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് പറയേ, ഞാൻ തരാം പണം. കൊടുത്ത് പറഞ്ഞേക്കേ. അല്ല മുത്തശ്ശ, ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ബാത്റൂമിൽ അവനൊന്നും അറിയാതെ കയറി പോയതല്ലേ. ലുക്ക് രവി, അന്ന് കുട്ടികൾ താമസിക്കുന്ന മുറിയിൽ രാത്രി പൂച്ചക്കുട്ടിയുമായി അവൻ കയറിയപ്പോഴേ എനിക്ക് അവന്റെ ക്യാരക്ടർ കിട്ടി. ഇന്നിപ്പോ ഇതാ ബാത്റൂമില്. നാളെ അവൻ എവിടെയൊക്കെ കയറും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കേ. പ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 5 പേരാ. ഇൻഡോ പാക് വാർ ടൈമിൽ ബോംബ് സ്ക്വാഡിനെ ലീഡ് ചെയ്ത് ഞാൻ പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. അന്നില്ലാത്ത ടെൻഷനാ ഇന്ന് ഈ വളർന്ന പെൺകുട്ടികളുമായി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മുത്തശ്ശ, എനിക്ക് അവനോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ. ഞാൻ പറയും, അവന്റെ ഷെയർ മണി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗോ ടു ഹെൽ എന്ന് ഞാൻ പറയും. എനിക്ക് അവനോട് പണം കൊടുത്താൽ തീരാത്തത്ര കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവൻ. ജീവൻ രക്ഷിച്ചിട്ടോ? അതെ മുത്തശ്ശ. 2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ മേട്ടുകുളം ബൈസൺ വാലി റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറി എന്റെ ജീപ്പിലിടിച്ച് തെറിച്ച് നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് അമ്മേ മുത്തശ്ശ മുത്തശ്ശേത് ഞാൻ വാവിട്ട് കരഞ്ഞപ്പോ അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും നിർത്തിയില്ല. ഒടുവിൽ ഈ ഡെന്നീസ് ആണ് എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ട് എനിക്ക് 6 കുപ്പി ബ്ലഡ് അവൻ തന്നു. ആ ചോര കൊണ്ടാണ് മുത്തശ്ശ മുത്തച്ഛന്റെ രവിയെ ജീവിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയിച്ചില്ലല്ലോ മോനെ. സമയമാവുമ്പോ അറിയിക്കാന്ന് കരുതിയിട്ടാ. അതൊക്കെ ശരിയാവും, എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. മേലിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇത് അങ്ങനെ വിട്ടുകളയാവുന്ന ഇൻസിഡന്റ് ആണോ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആമി ചേച്ചി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ കയറിയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കി. അച്ഛി ഓടിയോടുന്നു. ആമിയോടെ ദാനിക്കണോ? ആമിയോടെ വന്നേ. നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ പോയത്? ടോയ്ലറ്റിൽ പോണെന്ന് തോന്നുമ്പോ ടോയ്ലറ്റിൽ തന്നെയല്ലേ പോണ്ടേ, അല്ലാണ്ട് കിച്ചണിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇത്രയും വലിയ വീട്ടിൽ എത്ര ടോയ്ലറ്റ്സ് ഉണ്ട്? എന്നിട്ട് നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ തന്നെ പോയെന്നാ ഞാൻ ചോദിച്ചത്. അത് അതിന്റെ മുമ്പിൽ എത്തിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. നീ അതിനകത്ത് കയറിയിട്ട് പാമ്പ് പാമ്പ് എന്ന് ഉറക്കെ വിളിച്ചോ? അയ്യേ, എന്താ രവിയേട്ടത്? ആരെങ്കിലും ടോയ്ലറ്റിൽ കയറി പാമ്പ് പാമ്പെന്ന് വിളിക്കോ? ചിലര് മൂളിപ്പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടി ചെയ്യില്ല. നീ ആ കുതിരപ്പുറത്തുനിന്ന് താഴെ വീടിന് ദേഷ്യം തീർക്കാൻ ഡെന്നീസിനിട്ട് വേല വെച്ചതല്ലേ? എന്റെ ഗുരുവായൂരപ്പ, കുതിര പുറത്തുനിന്ന് വീണ കുതിരയോടല്ലേ ദേഷ്യം തോന്നണ്ടേ? രവിയേട്ടൻ പറയുന്ന കേട്ടതൊന്നും ഞാൻ ഡെന്നിസിന്റെ പുറത്തുനിന്ന് വീണേന്ന്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എല്ലാരും ചെയ്യുക ഡോർ ലോക്ക് ചെയ്യാന്നുള്ളതാ. നീ ഡോർ തുറന്നിട്ടാണോ സാധാരണ കാര്യം സാധിക്കുന്നത്? ഏയ്, ഞാൻ അടയ്ക്കും. പിന്നെ അടച്ച ബാത്റൂമിനകത്ത് ഡെന്നീസ് എങ്ങനെ കയറി? അത് അതിന്റെ ലോക്ക് അടയുന്നില്ല. കള്ളം, പച്ച കള്ളം. അതിന്റെ ഡോറിന്റെ ലോക്കിന് യാതൊരു കുഴപ്പമില്ല. മുത്തശ്ശ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അല്ല, അവള് ചിലപ്പം കുറ്റിയിടാൻ മറന്നുപോയതായിരിക്കും. ആ തുറന്ന് കിടക്കുന്ന ഒരു ബാത്റൂമിനകത്ത് അറിയാതെ കയറി പോയത് അത്ര വലിയ തെറ്റാണോ? ദായോടെ നിന്നേ. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? അത് രവിയേട്ടാ ഒന്നുമില്ല. വളർന്ന് പോത്ത് പോലെ ആയിരുന്നു ഞാൻ നോക്കില്ല. പെടയാൻ വെച്ചേരും. സത്യം പറയേ. സത്യം ആമി, ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഞാൻ പാമ്പ് പാമ്പെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഡെന്നിസ് ഓടി വന്നത്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ണ്ടല്ലോ അടിക്കൊന്നും വേണ്ട. ആമി കമിയർ. മുത്തച്ഛന്റെ കുട്ടി തമാശ കാണിച്ചായിരുന്നു. നിന്നെ ആ കോർണറിൽ പോയി പുറത്തിരുന്നേക്ക്. ഞാൻ പറയുന്നവർ ഇറങ്ങിപ്പോരുത്. അവിടെ സംസാരിക്കാൻ പാടുമോ? ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴ് ഇവിടെ കെട്ടി തൂക്കിയിടണം. നീ ആ ഡെന്നീസിനെ ഒന്ന് വിളിക്കേ. എനിക്ക് അവരോട് സോറി പറയണം. സോറി പറഞ്ഞാൽ മാത്രം പോരാ. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവനോട് കുറച്ചും കൂടി അടുപ്പം കാണിക്കണം. നിങ്ങളൊക്കെ വെക്കേഷന് വരുന്നു എന്ന് കേട്ടപ്പോ അവന്റെ ഒരു സന്തോഷം കാണുമായിരുന്നു. ആരും ഇല്ലല്ലോ അവന്. നിങ്ങളൊക്കെ തിരിച്ചു പോകുന്നത് വരെ എന്നെ പോലെ തന്നെ അവനെയും കാണാൻ തയ്യാറാവണം. പ്ലീസ്, ഇതെന്റെ ഒരു അപേക്ഷയാണ്. പാവം കുട്ടി, നമ്മൾ അവനെ വല്ലാതെ അവോയ്ഡ് ചെയ്തു ചില നേരത്തൊക്കെ. സോറി മാൻ, ഐ ഫീൽ റിയലി സോറി. മോനെ, അവക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാ. നോ ഹാർഡ് ഫീലിംഗ്സ്. മുത്തശ്ശി, ഞാനിതെല്ലാം എത്രമാത്രം സന്തോഷത്തോടെയാണ് എൻജോയ് ചെയ്യുന്നതെന്നറിയോ? സ്നേഹിക്കാനും നോവിക്കാനും ആരും ഇല്ലാത്തവന് ഇതൊക്കെ ദൈവത്തിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. ഈ കുട്ടികളുടെ കൂടെ ഇടപഴകുമ്പോൾ അർഹിക്കുന്നതിലും അപ്പുറം സ്വാതന്ത്ര്യം എടുത്തു പോകുന്നുണ്ട് ഞാൻ. ഒരു ബ്രദറിന്റെ, അങ്കിളിന്റെ. ഈ സ്ഥാനങ്ങളെല്ലാം എനിക്ക് പുതിയതാണ്. അപ്പൊ ചില ചില്ലറ മിസ്റ്റേക്സ് എന്റെ കയ്യിൽ നിന്ന് വന്നാൽ ഇവരെന്നോട് ക്ഷമിക്കണം.
ഇല്ല മോനെ, ഇനി രവിയെ പോലെ തന്നെ മോനും ഞങ്ങളുടെ കുട്ടിയാ. അങ്ങനെ എല്ലാരും കാണും. നന്ദി പറഞ്ഞാൽ അവിവേകമായി പോവും. എന്നാലും ഞങ്ങളുടെ രവിയുടെ ജീവൻ രക്ഷിച്ച ഡെന്നീസിനെ. രവിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്കുള്ള വഴികളിൽ ഇടതുഭാഗത്തെ വഴിയിലൂടെയാണ് അന്ന് നീ പോയിരുന്നെങ്കിൽ നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് എന്നെ നീ കാണുമായിരുന്നു. ഓ അതൊക്കെ ദൈവനിശ്ചയല്ലേ രവി? യെസ്, ആത്മപ്രശംസ ചെയ്യാതെ എല്ലാം ദൈവത്തിന്റെ കഴിവായിട്ട് കാണുന്നത്. ദാറ്റ്സ് യുവർ ഗ്രേറ്റ്നസ് ഡെന്നീസ്. ഈ അഭിരാമി എന്താ പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? അതാണ് അവക്കുള്ള ശിക്ഷ. വേണ്ട മുത്തശ്ശ, വിട്ടേക്ക് പാവത്തിന്. ഇങ്ങനെയുള്ള ചെറിയ പണിഷ്മെന്റ്സ് കൊടുക്കാതെ ശരിയാവില്ല ഡെന്നീസ്. അതാ ബാലമാമ നല്ല തല്ലുകൊടുത്ത് വളർത്താത്തിന്റെ. എന്തായാലും ഷീസ് ടിപ്പിക്കൽ. ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് അഭിരാമിയുടേത്. അതിന് കാരണമുണ്ട് മിസ്റ്റർ ഡെന്നിസ്. എന്താണെന്നറിയോ, ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ല ശരിക്കും. ഞാൻ അഡോപ്റ്റഡ് ആണ്. ആ കഥ അറിയില്ലല്ലേ? എന്റെ അച്ഛൻ എന്ന് പറയുന്ന മിസ്റ്റർ ബാലചന്ദ്രനും ഭാര്യ മാലിനിക്കും മാരേജ് കഴിഞ്ഞ് കുട്ടികളെ ഉണ്ടായില്ല. 3 വർഷം അവര് കാത്തു. പിന്നെ ഒരു ഓർഫനേജിൽ പോയി എന്നെ ദത്തെടുത്തിങ്ങ് പോന്നു. ഏത് നാട്ടിലുള്ള ഏത് കക്ഷികൾക്ക് ജനിച്ചാന്ന് ആർക്കറിയാ? കുഴപ്പക്കാരായിരിക്കും പാർട്ടീസ്, അത് ഷുവർ അല്ലേ? പക്ഷെ എന്തിനായിരിക്കും അവരെന്നെ ഉപേക്ഷിച്ചത്? വലുതാവുമ്പോ ഇവളൊരു തല്ലുകൊള്ളിയാവുന്ന അവർക്ക് മനസ്സിലായി കാണും ചിലപ്പോ. ആമി, എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത്? മതി. മുത്തച്ഛന് ആമി ഇഷ്ടമല്ലേ? എല്ലാവർക്കും മോളെ ഇഷ്ടമാണ്. അതെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്നെ പലപ്പോഴും ഇഷ്ടമല്ല മുത്തച്ഛ. ചീത്ത കുട്ടി ആമി, മഹാ ചീത്ത. അങ്ങനെ ഒരു ദിവസം എല്ലാരെ കൊണ്ടും ആമി പറയിപ്പിക്കും. എന്നിട്ട് ഈ ചീത്ത കുട്ടി മുത്തച്ഛനെയും മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയെയും എന്റെ ഈ ഡിയർ കസിൻസിനെ എല്ലാരും വിട്ട് ഓടിപ്പോവും. അപ്പൊ ആരും വേദനിക്കില്ല. എല്ലാരും പറയും, നന്നായി പോട്ടെ അവളെന്ന്. എന്നെ സ്നേഹിക്കരുത്, സ്നേഹിക്കാൻ ഞാൻ കൊള്ളില്ല. എനിക്ക് വേണ്ട ആരുടെ സ്നേഹം. എന്താ ആമിയുടെ പ്രോബ്ലം? എന്തോ ഒരു വലിയ സങ്കടം കിടപ്പുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ. അവൾ ആദ്യം വന്നപ്പോഴുണ്ടായിരുന്ന ആ ഗ്രൂമി അവസ്ഥ ഒന്ന് മാറി വന്നതായിരുന്നു. മുത്തശ്ശ, ആ, പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്. വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. ആ, കണ്ടുകളയാം. ഓ, രവി, ആ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ ഫാമിന്റെ പേര്. ഈ ബേത്ലഹേമും നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല, പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നീസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അതെ മുത്തശ്ശ, ഈ പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. Okay. വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. Really? ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ. ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. മാർട്ടിന നവരത്തിലോവ. ഓ, ആ പറഞ്ഞു ഒന്നിന് വരാ. അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവി സാറ് കുറെ കാശ് കൊടുക്കാൻ. ഞാനോ ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള? രവി സാറ് കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ. സാറേ ദേ മുതലാളി. ശരി സാറേ, ഞാനാ മുതലാളി. അവിടെ നിന്ന് പാടോ. സാറേ ചാടരുത്, അത് ചാടരുത്. ആമി, യെസ് ഡെന്നിസ്. എന്താ ആമി തനിച്ചിരിക്കുന്നത്? അങ്ങനെ തോന്നി. വല്ലപ്പോഴും അങ്ങനെ വേണ്ടേ? പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോ, ആമിയുടെ കണ്ണൊന്ന് നിറയുമ്പോ
ഈ വീട് മുഴുവൻ പിടക്കിയാണ്. ആമി എന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ? ഡെന്നിസ്, മനഃപൂർവ്വമല്ല. എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല. ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയൂ. അതും ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടറിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാവും. തേങ്ങ കൊലയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആമി, എന്താ കുഴപ്പമെന്നറിയുക? തന്റെ കണ്ണിലൂടെ തന്നെ തന്നെ കാണുന്നതിലുള്ള കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാറ്റിലും വലുതെന്നുള്ള ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെ കുറിച്ച് അറിയോ ആമിക്ക്? ഞാനും ഒരു അനാഥനാണ്. A born of. Like me? Not at all like you. ആമിക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്തതല്ല, സ്വന്തമാക്കിയതാണ്. എന്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. റൂക്സ് ആൻഡ് വെൽസ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയുടെ മണി ഓർഡർ എത്തിയിരുന്നു. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോ ഞാൻ അന്വേഷണം തുടങ്ങി. റൂക്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയും ഞാനുമായുള്ള ബന്ധം. തന്റെ ഭാഷയെ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് ഇതിന്റെ പിറകിലെന്നറിയാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു. രക്ഷകർത്താവായ കമ്പനി തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേtrons പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ. ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതിരിക്കാനാണ്. കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെങ്കിലും സ്നേഹിക്കാൻ. എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അത് മാത്രം ചെയ്തൂടെ? Yes, Dennis. എനിക്ക് മനസ്സിലാവുന്നു. ഇനി തന്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ, ആരോടെങ്കിലും പറഞ്ഞ് അതിന്റെ ടെൻഷൻ കളയും. ചിലപ്പോ എനിക്കത് ഡെന്നിസിനോട് പറയാനാവും. ഐ തിങ്ക് സോ. ഗുഡ്. ഡെന്നിസ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്നു. ഒരു നല്ല ഫ്രണ്ട്. നിങ്ങൾക്കതാവാൻ കഴിയും. ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊരു വിശ്വാസം ഉണ്ടല്ലേ സാർ? എന്താ നീയും സ്വപ്നം കണ്ടു തുടങ്ങിയോ മോനായി? എന്തായിരുന്നു സ്വപ്നത്തില്? ഒരു മിന്നുകെട്ട്, ആ. ആകാശമൊട്ട് ഉയരമുള്ള പള്ളി, രാത്രിയാ, ചുറ്റും പുക പോലെ വെളുത്ത മഞ്ഞ്, ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും. കല്യാണ ചെറുക്കൻ വെള്ള കുതിരയെ പൂട്ടിയ വണ്ടിയിലെ വന്നത്. സാറായിരുന്നു അത്. പെണ്ണിനെ കണ്ടില്ലടാ? ഛേ, മുഖം വ്യക്തമാവും മുമ്പ് നേരം വെളുത്തുപോയി സാർ. പക്ഷെ സാറേ, ഇപ്പൊ ദാ പോയ പാർട്ടി അല്ലായിരുന്നോ അതെന്ന് എനിക്കൊരു സംശയം. അല്ലേ സാറേ? അല്ലേ? അല്ലേ സാറേ?